ഹായ് ഹലോ എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് ഹാർദമായ സ്വാഗതം. ഞങ്ങൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഏതാണ്ട് ഒരു 7 കിലോമീറ്റർ മാത്രം ദൂരത്തായി കുഴുവേലിപ്പടി എന്ന സ്ഥലത്താണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്ന നല്ലൊരു വില്ല പ്രൊജക്റ്റിൻ്റെ ഭാഗമായി വരുന്ന അവസാനത്തെ വീടാണ്. ഓൾറെഡി മറ്റു വീടുകളെല്ലാം സോൾഡ് ഔട്ടായി കഴിഞ്ഞു. ഈ ഒരു വീടാണ് ഇനി അവൈലബിൾ ആയിട്ടുള്ളത്. മറ്റു വീടുകളുടെ പണികളെല്ലാം കഴിഞ്ഞു, സോൾഡ് ഔട്ടായി കഴിഞ്ഞു. ഈ വീട് അവസാനമാണ് പണി കഴിഞ്ഞത്. ഈ വീട് അവൈലബിൾ ആണ്. ഈ വീട് വരുന്നത് 3 സെൻറ്റ് ഒറിജിനൽ ലാൻഡിലാണ്. 1500ഓളം സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ച ഈ വീട് 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ ലൊക്കേഷൻ കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 7 കിലോമീറ്റർ മാത്രം ദൂരമാണ് വരുന്നത്. അതുപോലെ തന്നെ സിവിൽ സ്റ്റേഷനിലേക്കാണെങ്കിൽ ഏതാണ്ട് ഒരു 6-6.5 കിലോമീറ്റർ ദൂരവും, തൊട്ടടുത്തുള്ള ജംഗ്ഷനിലേക്ക് ഏതാണ്ട് 800 മീറ്റർ മാത്രം ദൂരവുമാണ് വരുന്നത്. കൂടാതെ എടപ്പള്ളിയിലേക്കാണെങ്കിൽ ഏതാണ്ട് 8 കിലോമീറ്റർ ദൂരവും, തൊട്ടടുത്തുള്ള സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് 5 കിലോമീറ്റർ മാത്രം ദൂരവും വരുന്ന മനോഹരമായൊരു ഈ വീട് നല്ലൊരു ലൊക്കേഷൻ നിർമ്മിച്ച് ചുറ്റും കോമ്പൗണ്ട് വാൾ നൽകിയിട്ടുണ്ട്. വാട്ടർ സോഴ്സിനെ കിണർ വെള്ളം KW കണക്ഷൻ നൽകിയിരിക്കുന്നു. ഒരു വലിയ കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. തീർത്തും വാസ്തു നിയമപ്രകാരം തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ദിക്കിലേക്കാണ്. മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നേരെ കയറി ചെല്ലുന്ന ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ലിവിങ് സ്പേസ് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. വലിയൊരു TV യൂണിറ്റ് എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം നമുക്ക് കാണാം. പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം നൽകി നല്ല ഭംഗിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വലിയ വെട്രിഫൈഡ് ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായും നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്നും അടുത്ത എൻട്രി വരുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. ഒരു 4 അല്ലെങ്കിൽ 6 പേർ കപ്പാസിറ്റിയുള്ള ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായി വാഷ് കൗണ്ടർ, അതും ടേബിൾ ടു വാഷ് കൗണ്ടറാണ് നൽകിയിരിക്കുന്നത്. സെറയുടെ സാനിറ്ററി ഫിറ്റിങ്സുകളാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇവിടെ എല്ലാം ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ഓപ്പൺ കിച്ചണാണ് കേട്ടോ ഈ വീടിന് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ കിച്ചൻ്റെ കൗണ്ടറുകളെല്ലാം മൾട്ടിവുഡിലെല്ലാം മനോഹരമാക്കിയിരിക്കും. നമുക്ക് കാണാം ഇവിടെ കിച്ചണാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല ഭംഗിയിൽ തന്നെ കബോർഡ് വർക്കുകളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഒരു ബ്ലൂ കളർ പാറ്റേണിലാണ് ഇവിടുത്തെ കബോർഡ് വർക്കുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കിച്ചൺ ടോപ്പിനായി ഗ്ലോസി ഫിനിഷുള്ള ഗ്രാനൈറ്റും അതും ബ്ലാക്ക് കളറിൽ നൽകിയിരിക്കുന്നു. കിച്ചണോട് ചെറിയൊരു വർക്ക് ഏരിയ കൂടി അവൈലബിൾ ആണ്. ഇവിടെയും നമുക്ക് ഈ ഒരു ഭാഗത്തായി ചെറിയ ഒരു സിങ്കെല്ലാം നൽകി വേണമെങ്കിൽ ഒരു വർക്കിംഗ് ടേബിൾ എല്ലാം നൽകാവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ബെഡ്റൂമാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. ബെഡ്റൂം ആണെങ്കിലും അത്യാവശ്യം സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. ഈ ഒരു ഭാഗത്തായി 3 പാളികളുടെ ജനലും മറ്റ് സൈഡിലായി അവിടെയും ഒരു 3 പാളിയുടെ ജനലും നൽകിയിരിക്കുന്നു. അറ്റാച്ച്ഡ് ബാത്റൂം അതുപോലെ തന്നെ വാൾഡ്രോബ് സൗകര്യങ്ങളെല്ലാം നൽകി മനോഹരമാക്കിയ ഒരു ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ അത്യാവശ്യം സ്പേഷ്യസ് ആയ ബാത്റൂം ഇവിടെയും അവൈലബിൾ ആണ്. ചെറിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആളുകൾക്ക് വാങ്ങാൻ പറ്റിയൊരു വീടാണ്. ഇവിടെയെല്ലാം സെറയുടെ സാനിറ്ററി ഫിറ്റിങ്സുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മനോഹരമായ രീതിയിൽ തന്നെ ഇവിടുത്തെ വാൾ ടൈൽസുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നു. നമുക്കിനി ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കാണാം. സ്റ്റെയർകേസ് ഡൈനിങ് സ്പേസിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് നൽകിയിരിക്കുന്നു. സ്റ്റെയർകേസിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റാണ്, ഗ്ലോസി പാറ്റേണിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിലിനായി സ്റ്റെയിൻലെസ് സ്റ്റീലും വുഡുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നേരെ കയറി ചെല്ലുന്ന അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. ചെറിയൊരു അപ്പർ ലിവിങ് ഏരിയ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. 2 ബെഡ്റൂമുകളാണ് കേട്ടോ നമുക്ക് ഈ ഒരു സ്പേസിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടെ എല്ലാം ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു. 2 ബെഡ്റൂമുകളും ഒരു ബാൽക്കണിയും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇവിടെ ഒരു ചെറിയ സ്പേസ് അവൈലബിൾ ആണ്. കൂടാതെ ബെഡ്റൂമിലേക്ക് പോയാൽ ഗ്രൗണ്ട് ഫ്ലോറിൽ അതേ സൈസിലുള്ള ബെഡ്റൂം തന്നെയാണ് ഈ ഒരു ഭാഗത്തും നൽകിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകൾ ഇവിടെയും ചെയ്തിരിക്കുന്നു. വാൾഡ്രോബ് സൗകര്യങ്ങളെല്ലാം നൽകി മനോഹരമാക്കിയിരിക്കുന്നു. ബാത്റൂം ആണെങ്കിലും അത്യാവശ്യം മനോഹരമായൊരു ബാത്റൂമാണ്. നല്ല ഭംഗിയിലുള്ള ഒരു മനോഹരമാക്കിയ വാൾ ടൈൽസുകളെല്ലാം നൽകി സെറയുടെ സാനിറ്ററി ഫിറ്റിങ്സുകൾ തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂമാണ് കാണേണ്ടത്. ലാസ്റ്റ് ബെഡ്റൂം എന്ന് പറഞ്ഞാൽ തന്നെ ലാസ്റ്റ് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂം കൂടി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പത്തിൽ തന്നെയാണ് ഇതും നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വാൾഡ്രോബ് സൗകര്യങ്ങളെല്ലാം നൽകി മനോഹരമാക്കിയിരിക്കുന്നു. ഫോൾ സീലിംഗ് വർക്കുകൾ ഇവിടെയും ചെയ്തിരിക്കുന്നു. കൂടാതെ ഒരു ബാൽക്കണിയും നമുക്ക് ഈ വീടിന് അവൈലബിൾ ആണ്. കിഴക്കോട്ട് ദർശനത്തിലാണ് ഈ വീട് വരുന്നത്. കിഴക്കോട്ട് തന്നെ ബാൽക്കണിയും നൽകിയിട്ടുണ്ട്. ബസ് റൂട്ടിൽ നിന്നും ഏതാണ്ട് ഒരു 800 മീറ്റർ മാത്രം ദൂരമാണ് വരുന്നത്. എന്നിരുന്നാലും ഈ ഒരു ഭാഗത്ത് ഈ ഒരു ബഡ്ജറ്റിൽ നല്ലൊരു വീടാണ്, ലാസ്റ്റ് വീടാണ്. അതുകൊണ്ടാണ് ഈ ഒരു റേറ്റിൽ കൊടുക്കുന്നത്. വീടിൻ്റെ വില വരുന്ന 65 ലക്ഷം രൂപയാണ് കേട്ടോ ഈ ഒരു ബഡ്ജറ്റിൽ. ഇവിടെ വേറെ വീടൊന്നുമില്ല, ഈ ഒരു വീടുള്ളൂ. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. സൈറ്റ് വിസിറ്റിങ്ങിനായി ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ നമ്പർ സ്ക്രീനിൽ നൽകിയിട്ടുണ്ട്, അതിൽ വിളിക്കാവുന്നതാണ്. എല്ലാ ബാങ്കുകളുടെ ലോൺ സൗകര്യവും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഓൾറെഡി ബാങ്ക് അപ്രൂവ്ഡ് പ്രൊജക്റ്റാണ്.
അതുകൊണ്ട് തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ലോണും അറേഞ്ച് ചെയ്ത് നൽകാവുന്നതാണ്. കൂടാതെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. മറ്റു വീടിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.